ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുനോക്കുക. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇന്നിതാ രാവിലെ നമ്മൾ എണീറ്റ് പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കിച്ചണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ദോശയാണ് കേട്ടോ. അപ്പോൾ ദോശമാവൊക്കെ തലേ ദിവസം തന്നെ കൂട്ടി വെച്ചിട്ടുണ്ടതിന്. അപ്പോൾ ഞാൻ വേഗം ദോശമാവൊക്കെ ഉപ്പൊക്കെ ഇട്ട് അതാ ദോശ ചുട്ടെടുക്കാൻ നിൽക്കുകയാണ്. ഇന്ന് നെയ്യ് ദോശയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നെയ്യ് നല്ല കട്ടായിട്ടാണുള്ളത്. അപ്പോൾ അത് ഞാൻ അതാ നമ്മളെ ദോശ ചട്ടിക്ക് ഒരു ചെറിയ ബൗളിലാക്കിയിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ ഒന്ന് വേഗം ഉരുകി കിട്ടുമല്ലോ. പിന്നെ അതാ ദോശ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേഗം ദോശ ചുട്ടെടുക്കാം. ഈ ഒരു ചട്ടിയിലേ ദോശ ചൂടാൻ എളുപ്പമാണ് കേട്ടോ. ഇനിയിപ്പോൾ കട്ടില്ലാതെ ചുട്ടെടുക്കുന്ന ദോശയാണെങ്കിലും ഇതേപോലെ ദോശയൊക്കെ ആക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിലും ഒക്കെ നല്ലതാണ് കേട്ടോ. അധികം ഓയിലൊന്നും വേണ്ട. ഓയിലും എണ്ണയൊക്കെ കുറച്ച് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നാൽ തന്നെ എളുപ്പം ചട്ടിയിൽ നിന്ന് എടുക്കാനും കിട്ടും. അപ്പോൾ ഇതാ ഞാൻ ദോശമാവ് ഒഴിച്ചു കൊടുത്ത് ചെറുതായി ഒന്ന് പരത്തിയെടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ കുറച്ച് കട്ടിയുള്ള ദോശയായിട്ടാണ് ചുട്ടെടുക്കുന്നത്. പിന്നെ അതിൻ്റെ മേലെ കൂടിയും കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ ഈ ഒരു ദോശ കഴിക്കാൻ. ഇതിൻ്റെ കൂടെ നല്ല അടിപൊളി ഒരു ചട്നിയും കൂടെ ഉണ്ടല്ലോ, സൂപ്പറാണ്. അപ്പോൾ ഇന്ന് ടൊമാറ്റോ ചട്നിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ഏതായാലും ദോശ ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ദോശ ചുട്ടിട്ട് കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേന് സമയം വൈകും. അപ്പോൾ അപ്പുറത്തെ അടുപ്പത്തേക്ക് ദോശ ചട്ടി മാറ്റിയിട്ട് ഇപ്പുറത്ത് നമുക്ക് ചട്നി ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് ചോറ് രാവിലെ തന്നെ വേണ്ട കേട്ടോ. ഒന്ന് ചിഞ്ചുമോൾക്കൊന്ന് ചോറ് വേണ്ട പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ ഓളെ ഫ്രണ്ട്സുകളൊക്കെ കൂടിയിട്ട് പുറത്തുനിന്ന് കഴിക്കുകയാണ് എല്ലാവരും. അപ്പോൾ ഒന്ന് എനിക്കും ഞാനും പുറത്തുനിന്ന് കഴിക്കട്ടെ എന്നൊക്കെ ചോദിച്ചിനി. അപ്പോൾ ഇന്ന് ഓൾക്ക് ചോറ് വേണ്ട പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ചോറ് കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വേഗം ദോശ ചുട്ടെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വേഗം ചട്നിയും കൂടെ ഉണ്ടാക്കട്ടെ, എന്നാൽ പിന്നെ ഓൾക്ക് ചായ കൊടുക്കാമല്ലോ. അപ്പോൾ ചട്നി ഇതാ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. ദോശ ചുടുന്നതിൻ്റെ അടിയിലൊക്കെ തൊലി കളഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചതാട്ടോ. പിന്നെ ഒരു തക്കാളിൻ്റെ ഒരു കഷ്ണം കൊടുത്തിട്ടുണ്ടതിനും. പിന്നെ അതേപോലെ ഒരു 2 അല്ലി വെളുത്തുള്ളിയും കുറച്ച് തേങ്ങ ചെറിയതുമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനി ചെറിയൊരു പീസ് പുളിയും കൂടെ എടുക്കുന്നുണ്ട്. അതും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിക്കാരം ചട്നിക്ക്. ഇനി വേണമെങ്കിൽ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർക്കട്ടോ. ഞാനപ്പോൾ ഇഞ്ചി ചേർക്കാൻ മറന്നു. അപ്പോൾ അതാ വേഗം നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ചീനച്ചട്ടി നമ്മൾ കിച്ചണിൽ നിന്ന് പോവലില്ല കേട്ടോ. എപ്പോഴും ഇത് തന്നെയാണ് ഇപ്പോൾ അധികം കുക്കിങ്ങും. ഇത് നല്ല കട്ടി ഉണ്ടായതുകൊണ്ട് എന്ത് ഉണ്ടാക്കുകയാണെങ്കിലും എളുപ്പത്തിലാവും. അതേപോലെ തന്നെ നല്ല മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും കേട്ടോ. മീനൊക്കെ ഫ്രൈ ചെയ്യുകയൊക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ചട്ടി. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതന്നെ അധികം യൂസ് ചെയ്യണത്. അപ്പോൾ വേഗം ചട്ടിക്ക് അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായി അതിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് വെച്ച് കഴിഞ്ഞാലോ, ചെറിയ ഉള്ളിയും വെളുത്തുള്ളി അതേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തു. പിന്നെ തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു. അതും ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം കുറച്ച് തേങ്ങ ചെറിയത് കുറച്ചുള്ളൂ കേട്ടോ. ഒരു 2-3 സ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ. അതും കൂടെ അതിലിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുത്തു, ഉപ്പും ചേർത്ത് കൊടുത്തു. അപ്പോൾ മുളക് പൊടിയൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കുക, നമ്മളെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. ഞാൻ ഇപ്പോൾ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തുകണത്. അപ്പം ഒരു 1/2 സ്പൂണ് ചേർത്തിട്ടുണ്ട് കേട്ടോ. 1/2 സ്പൂണ് 3/4 സ്പൂണോളൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ഇട്ടുകൊണ്ട് ഒന്ന് വഴറ്റി കൊടുത്തു. ഇനി ഇത് ചൂടാറിയിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ചൂടാറി ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഒരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ അതൊന്ന് വറവിട്ടെടുക്കും കൂടെ ചെയ്ത് വെളിച്ചെണ്ണയിൽ കടുകൊക്കെ ഇട്ട് കറിവേപ്പിൻ്റെ വറ്റൽമുളകൊക്കെ ഇട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മളെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചട്നി നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ തേങ്ങാ ചട്നി ഉണ്ടാക്കുമല്ലോ, തേങ്ങയും ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് അരച്ചിട്ട് പച്ചക്ക് തേങ്ങ അരച്ചുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കൂലേ, അതിലേറെ ടേസ്റ്റാട്ടോ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അധികം ആൾക്കാരും ഉണ്ടാക്കണ പോലെ നെയ്ക്കാരും ഇതേപോലുള്ള ചട്നിയൊക്കെ. എന്നാലും ട്രൈ ചെയ്യാത്തവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട്. ദോശയ്ക്കാണെങ്കിലും ഇഡ്ലിക്കാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റാണ്. അതേപോലെ ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാം. അപ്പോൾ നമ്മൾ അപ്പം കണ്ടോ, അപ്പത്തിൻ്റെ മാവ് എപ്പോഴും എന്നോട് ചില കൂട്ടുകാരൊക്കെ പറയലുണ്ട് ഈ ബൺദോശൻ്റെ മാവ് ഒന്ന് ഉണ്ടാക്കുന്നത് കാണിക്കൊണ്ടിരുന്നു. അത് ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ മാർക്കൂട്ടോ. രാത്രിയിലല്ലേ നമ്മൾ മാവ് കൂട്ടി വെക്കുക. അപ്പോൾ ആ നേരത്തെ ചിലപ്പോൾ വീഡിയോ എടുക്കൊന്നുമില്ലേനും പിന്നെ എപ്പോഴേലൊക്കെ കാണിക്കണ്ട കേട്ടോ. അപ്പോൾ അതാ ചിഞ്ചുമോള് ദോശയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പാത്രം പിടിച്ച് നിൽക്കേനി കേട്ടോ. അങ്ങനെ ഓൾക്ക് ദോശയൊക്കെ കൊടുത്തു. അങ്ങനെ ദോശ ചൂടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ദോശ ചൂടിൽ കഴിഞ്ഞിട്ടില്ലേനി, ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെന്താ കറി ആയില്ലേ. ഇപ്പോൾ ഒന്നും കുക്കിംഗ് ഒന്നും ഇല്ല. അപ്പോൾ കുട്ടികൾക്ക് ചോറ് ഇപ്പോൾ വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ടേ കുക്കിംഗ് ഉള്ളൂ. അപ്പോൾ ഇന്ന്
വീട്ടിലെന്തായാലും ഉണ്ട്. അപ്പോൾ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ മക്കളാണ് അധിക ദിവസവും അടിച്ചു വാരലൊക്കെ. അപ്പോൾ അടിച്ചു വാരുമ്പോൾ മൂക്ക് മൂലൊന്നും ചിലപ്പോൾ അടിച്ചു വാരുമ്പോൾ റെഡി ആവണമെന്നില്ല. അപ്പോൾ 2-3 ദിവസമായിക്കണം ഞാൻ ശരിക്കൊന്ന് അടിച്ചു വാരി തുടച്ചിട്ട്. അപ്പം ഇന്ന് മാറാലിയൊക്കെ തട്ടി കട്ടിലിൻ്റെ ചോടൊക്കെ തട്ടിക്കൊട്ടിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തുടച്ചാൽ മതി കേട്ടോ. അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേഗം തുടച്ചെടുക്കട്ടെ, എന്നിട്ട് വേണം ചോറിന് കറി ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ മീനൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഐസ് വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇന്ന് ബീഫ് വാങ്ങണം എന്നൊക്കെ വിചാരിച്ചു ഞാൻ. പിന്നെ മീനുണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ ഇനി വെറുതെ അതിങ്ങനെ കുറേ ദിവസം കഴിയുമ്പോൾ പഴക്കാവല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ ഇന്ന് അതന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ വാങ്ങാം ബീഫ് എന്നൊക്കെ കരുതി. പിന്നെ പന ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പന വിശേഷങ്ങൾ ഞാൻ കാണിക്കാം. അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ എല്ലായിടത്തും തുടക്കണമെന്ന് ഞാൻ കാണിച്ചിട്ടില്ല. ഹാളും സിറ്റൗട്ടും തുടക്കണം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ബെഡൊക്കെ വിരിച്ചിട്ടെല്ലാം റെഡിയാക്കി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അകത്തത്തെ ക്ലീനിങ് മേലെ ഭാഗത്തുള്ളതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി താഴെ ഉണ്ട് കേട്ടോ. താഴെ അടിച്ചു വാരിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തുടക്കണം അവിടെ. അപ്പോൾ കുക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ, കുക്കിംഗ് കഴിഞ്ഞിട്ട് തുടക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീട് ഗ്രൗണ്ട് ഫ്ലോർ ആയതുകൊണ്ട് താഴെ മേലെ ആയതുകൊണ്ട് ഒരുപാടുണ്ട് കേട്ടോ തുടക്കാനൊക്കെ. മേലെ നമുക്ക് 3 ബെഡ്റൂമുണ്ട്, ഹാളുണ്ട്, സിറ്റ് ഔട്ട് ഉണ്ട്, ഒക്കെ ഉണ്ട് മേലെ തുടക്കാൻ. താഴെ അതേപോലെ ഒരു റൂമും ചെറിയൊരു ഹാളും കിച്ചണും ഒക്കെ ഉണ്ട് കേട്ടോ തുടക്കാൻ. നമ്മളെ വീടിൻ്റെ സ്റ്റെപ്പാണ്. ഇപ്പോൾ ഇവിടെ അകത്ത് കണ്ടോ, മേലേക്കുള്ളൊരു സ്റ്റെപ്പ്, താഴേക്കൊരു സ്റ്റെപ്പ്, പിന്നെ മുറ്റത്തുണ്ട് ഒരു സ്റ്റെപ്പ്. അങ്ങനെ ഈ ഗ്രൗണ്ട് ഫ്ലോർ ആകുമ്പോൾ അങ്ങനെയാണല്ലോ. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള തുടക്കൽ കുക്കിംഗ് കഴിഞ്ഞിട്ട് കേട്ടോ. ഈ സ്റ്റെപ്പിൻ്റെ ഇവിടുന്ന് അങ്ങോട്ടുള്ള തുടക്കൽ അങ്ങനെ കിച്ചണിക്ക് വന്നു. പിന്നെ വീണ്ടും അപ്പോൾ കിച്ചണിൽ പാത്രങ്ങളൊന്നുമില്ല കേട്ടോ കഴുകാൻ. അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ പോയത്. മുറ്റടിച്ചു വാരാനും അകടിച്ചു വാരി തുടക്കാനൊക്കെ. പിന്നെ പുല്ല് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ കാട് വെട്ടാൻ ആളെ വിളിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും ഇപ്പം ഓര് വന്നാൽ ഓര് നന്നാക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ പുല്ല് വരയ്ക്കാനൊന്നും നിന്നിട്ടില്ല. ഇപ്പോൾ മഴയൊക്കെ ഒഴിച്ചിക്കണമല്ലോ. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ കാട് വെട്ടിയാലും കുഴപ്പമില്ല, അങ്ങനെ എളുപ്പത്തിലുണ്ടാവുന്നില്ല. ഇതിപ്പോൾ കുറച്ചായിട്ടുള്ളൂ നമ്മൾ പുല്ലൊക്കെ വെട്ടിയിട്ട്. ഇപ്പം ഞാൻ വീഡിയോയിൽ കാണിച്ചിനി അന്ന് 2 മാസം തന്നെ അയക്കണാവോ. അപ്പോൾ തന്നെ വീണ്ടും അതേപോലെ കാടായിട്ടുണ്ട്. ഒന്നാമത് ഇതാണ്, അതിങ്ങനെ പറിച്ച് നടക്കാൻ എനിക്ക് ഒഴിവില്ല. അതുകൊണ്ടാണ് ആദ്യം ഞാൻ വീട്ടിൽ തന്നെ അതിനന്നൊക്കെ ഇങ്ങനെ കാടൊന്നും ആവൂല കേട്ടോ. പിന്നെ ഉപ്പാക്കും ഇപ്പോൾ വയ്യാതെക്കായില്ലേ. ഇപ്പം അതേപോലെ തന്നെ ഇങ്ങനെ കാടും പുല്ലൊന്നും ഉണ്ടാവാനേ അയക്കൂല. ഇപ്പം ഉണ്ടെങ്കിൽ ഇപ്പോൾ വേഗം മരുന്നടിക്കും, അല്ലെങ്കിൽ പുല്ല് പറിച്ചും ചെത്തിക്കോരും ഒക്കെ ചെയ്തീനി. ഇപ്പോൾ പിന്നെ ഉപ്പാക്കും വയ്യാതായില്ലേ. അതേപോലെ തന്നെ എൻ്റെ അമ്മ വരുമ്പോൾ ഉമ്മയും അതേപോലെ തന്നെ പുല്ലൊന്നും അങ്ങനെ കൂടുതലാവാനായിക്കൂല. ഉമ്മക്ക് കഴിയണ പോലെയൊക്കെ കുട്ടികളെയും കൂട്ടിയിട്ട് ഉമ്മയും പറിച്ചൊക്കെ വൃത്തിയാക്കിനി. ഇപ്പോൾ ഓരോ സഹായമൊന്നും ഇപ്പം ഇല്ലാതെ ആയിട്ടോ. സാരല്ല, എന്താ ഇപ്പോൾ കാട്ടണില്ലേ. പഠിച്ചോനല്ലേ, അസുഖവും കാര്യങ്ങളൊക്കെ പഠിച്ചോൻ തരുമ്പോൾ എന്നാലും ഓർക്ക് ഓരോ കാര്യങ്ങളൊക്കെ നോക്കാൻ കഴിഞ്ഞ് കിട്ടിയാൽ മതി. ഇനിയിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതവിടെ നിർത്താൻ ഇട്ടേന്. അപ്പോൾ മീനൊക്കെ ഞാൻ വേഗം നന്നാക്കിയിട്ടുണ്ട്. കല്ലുപ്പൊക്കെ ഇട്ട് നല്ലോണം കഴുകിയിട്ടുണ്ട്. ഇത് ഞാൻ ഇന്നാൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ലേനോ. എൻ്റെ ഒരു HSO ഹാജറത്താൻ്റെ ഹസ്ബൻഡ് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞിട്ട് കടപ്പുറത്തുനിന്ന് അങ്ങനെ കൊണ്ടുവന്ന മീനാട്ടോ. നല്ല ടേസ്റ്റുള്ള മീനാണ്, മരുന്നൊന്നും ഇടാത്തതുകൊണ്ടേ. അപ്പോൾ മീനൊക്കെ നന്നാക്കി ഇരുന്നപ്പോഴാട്ടോ ഞാൻ മേലേക്ക് നോക്കിയത്. അപ്പോൾ നമുക്ക് പഴക്കോലുണ്ട് ഒരു 2-3 എണ്ണം. അതിൻ്റെ താഴെ ഞങ്ങൾ ഇണ്ണിത്തട്ടാന്നാണ് അതിന് പറയല് കേട്ടോ, വാഴക്കൂമ്പില്ലേ, അത് കണ്ട്. അപ്പം ഇനി അത് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ പറിക്കാനൊന്നും നിന്നില്ല കേട്ടോ. നേരെ ഒരുപാടായിട്ടുണ്ട്. ഇനി വീഡിയോ ഇടാൻ എന്തായാലും സമയം വൈകുന്നു. ഇപ്പം ഇതിലേക്ക് ആകെ കാടാണ് കേട്ടോ. നമ്മളെ തൊടിയിൽ മാത്രമല്ല, താഴെ ഭാഗത്ത് കണ്ടില്ലേ, അവിടെയൊക്കെ ഇപ്പം നേരെ കാടൊക്കെ വെട്ടിയിട്ടുള്ളൂ. പിന്നെ ഈ പൂലുള്ള സ്ഥലമായതുകൊണ്ടേ എളുപ്പം പുല്ല് മൂടും. പിന്നെ പാമ്പിൻ്റെ ശല്യമൊക്കെ അതും ഉണ്ടാവും. അപ്പം ശ്രദ്ധിച്ച് വേണം അതിലേക്ക് നടക്കാനും. അങ്ങനെ മീനൊക്കെ നന്നാക്കി അകത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അയിലമീനുണ്ട്, അത് ഞാൻ പൊരിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ചെറിയ കുഞ്ഞമത്തിയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അത് തേങ്ങയൊക്കെ അരച്ചാണ്ട് നല്ല അടിപൊളി ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. കുറേ ദിവസത്തേക്കാണ് തേങ്ങ അരച്ച മീൻ കറി ഉണ്ടാക്കിയിട്ട്. അതൊന്നാമത് എന്താ വെച്ചാൽ തേങ്ങ ലൈറ്റല്ല കേട്ടോ, തേങ്ങയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, നമ്മൾ തെങ്ങുമെന്ന് ഇടിച്ചിട്ടുണ്ട്. പിന്നെ മിക്സിൻ്റെ ചെറിയ ജാറ് കേടാണ്. അപ്പോൾ അതിൽ തേങ്ങ അരക്കാൻ കഴിയൂല. അതൊന്നും നന്നാക്കാൻ അതുവരെ എനിക്ക് പോകാൻ കൂടിയിട്ടില്ല. അപ്പോൾ അത് മടിച്ചിട്ടാണ് തേങ്ങ അരച്ച കറി ഉണ്ടാക്കാത്തത്. അപ്പോൾ ഇന്ന് ഞാൻ തേങ്ങ അരച്ച മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് വലിയ ജാറിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു ചട്ടി വേഗം അടുപ്പത്ത് വെച്ച് പിന്നെ ഉപ്പുമുളകൊക്കെ തേച്ച് വെച്ചിട്ടോ പൊരിക്കാനുള്ളത്. പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മീൻ കറി ഉണ്ടാക്കാൻ. അപ്പോൾ അതിക്ക് ഇഞ്ചി അതേപോലെ തന്നെ വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തു. പിന്നെ അതേപോലെ ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതും അതിക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ മുന്നേ ആയിട്ട് ഫസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തില്ലേ, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കണ്ടേ. ഇനി ഞാനത് അപ്പം മറന്നുപോയിട്ടോ. അപ്പോൾ സവാളയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത് ഉലുവ ഇട്ടിട്ടില്ലല്ലോ.
ഉലുവ എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ ഉലുവപ്പൊടി ചേർത്താലും മതി. എന്താ ഞാനിപ്പോൾ ഉലുവപ്പൊടി ഇല്ല എൻ്റെ അടുത്ത്. ഇനിയിപ്പോൾ പൊടിക്കാൻ ഞാൻ പറഞ്ഞല്ലോ ചാറ് കേടുവാണ്. അപ്പോൾ ഞാൻ എന്താട്ടി എന്താ സവാള കുറച്ച് അപ്പുറത്തേക്കാണ് മാറ്റി കൊടുത്തിട്ട് അതിൻ്റെ നടുക്ക് ഓയിലുണ്ടാവുമല്ലോ, വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അപ്പോൾ ആ വെളിച്ചെണ്ണയ്ക്കാണ് ഇട്ട് കൊടുത്തിട്ടോ കുറച്ച് ഉലുവ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആദ്യം ആ ഉലുവ ഇട്ട് കൊടുത്ത് നോക്കുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള മീൻ കറിയാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ കുഞ്ഞമത്തി കിട്ടിയാൽ മാത്രമല്ല, ഈ അയിലേ ഏത് മീൻ വെച്ചിട്ടും ഇതേപോലെ കറി ഉണ്ടാക്കാം. ഇനി ആ സവാളയൊക്കെ ഒന്നും ഇങ്ങോട്ട് വഴന്ന് വന്നതിന് ശേഷം അതിക്ക് മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഞാൻ 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ പൊടികളായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിപ്പൊടിയൊക്കെ ചേർക്കാം. പക്ഷേ മല്ലിപ്പൊടി ചേർക്കണക്കാട്ടിലും ടേസ്റ്റ് മല്ലിപ്പൊടി ചേർക്കാതെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് പിന്നെ കുറച്ച് തേങ്ങ ചരിവേത് വയ്ക്കാണ് ഇട്ട് കൊടുത്തു. ഇനി എന്താ ഫ്ലെയിം ഓഫാക്കി കൊടുത്തേക്കാണ് കേട്ടോ. ഈ ചട്ടിൻ്റെ ചൂടിൽ കടന്നിട്ട് അങ്ങനെ ഒന്നിങ്ങോട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അല്ലാതെ തേങ്ങ നല്ലോണം വറുത്തെടുക്കുകയൊന്നും വേണ്ട. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന മീൻ കറിയില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു മീൻ കറിക്കും. അപ്പോൾ അതാ തേങ്ങയൊക്കെ ഞാനൊക്കെ ഇട്ട് ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്തു. ഇനി ഒന്ന് ചൂടാറിയിട്ട് മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. അങ്ങനെ അത് അരച്ച് വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മണ്ണിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിക്കണം കേട്ടോ മീൻ കറി ഉണ്ടാക്കാൻ. പിന്നെ അതിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതിന് തൊലിയൊക്കെ കളഞ്ഞിട്ട്. അപ്പോൾ അതും അതിക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒന്നിങ്ങനെ മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. ഇനി ഒന്നിങ്ങോട്ട് വഴറ്റി കൊടുത്തിട്ട് ഇതിക്കൊരു തക്കാളിയും കൂടെ ചേർക്കണം കേട്ടോ. തക്കാളി കുറച്ച് വലിയ പീസാക്കി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുന്നേ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട് തേങ്ങ അരച്ച അരപ്പിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. എന്നാലും ചിലപ്പോൾ കളറ് കുറവാകും കറി അതിലേക്ക് ചേർക്കുമ്പം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഞാൻ ചേർത്ത് കൊടുക്കട്ടോ. ഈ ഒരു മസാലയ്ക്ക് കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. അങ്ങനെ അവൻ ചേർത്ത് വഴറ്റി കൊടുത്തിട്ടാണ് തക്കാളി ഇട്ട് കൊടുത്തത്. തക്കാളി ഇനി നല്ലോണം വെന്തുടഞ്ഞ് വരുമൊന്നും വേണ്ട, ജസ്റ്റ് ഈ എണ്ണയിലിട്ടിട്ട് ഒന്നുകൂടെ വഴറ്റി കൊടുത്താൽ മതി. പിന്നെ നമ്മൾ അരച്ച അരപ്പുണ്ടല്ലോ, തേങ്ങൻ്റെ അരപ്പില്ലേ, അരപ്പയ്ക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഈ എണ്ണയിലിട്ടിട്ട് ഒന്നും ഇങ്ങോട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ തിളക്കാൻ അയക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈവിടാതെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ചാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കറി നമുക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ കുടംപുളിയാണ് ചേർക്കുന്നത്. അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേനും ഒരു 3-4 വെള്ളത്തിലിട്ട് വെച്ചിന്. ചെറുതാണ് കേട്ടോ, അപ്പോൾ അതുകൊണ്ടാണ് 3-4 എടുത്തത്, ഇല്ലെങ്കിൽ 2 മതി. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി കറി ഒന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ അപ്പുറത്തെ അടുപ്പത്ത് ഞാൻ മീൻ വറുക്കാനുള്ളതും വെച്ചിട്ടുണ്ട്. അപ്പോൾ മീൻ വറുക്കാനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കടായി തന്നെയാണ് കേട്ടോ വെക്കൽ. ഈ ഒരു ചീനച്ചട്ടി തന്നെയാണ് കേട്ടോ വെക്കൽ. അതിൽ മീൻ പൊരിച്ചാൽ എളുപ്പമായി കിട്ടും. അപ്പോൾ മീനും അവിടെ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കറിയൊക്കെ തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. മീൻ പിന്നെ കുഞ്ഞമത്തിയല്ലേ, എളുപ്പം വേവും. മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഒന്ന് കുറച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കുക. പിന്നെ മൺചട്ടിയല്ലേ, കുറേ നേരത്തിന് അങ്ങനെ തിളച്ചോളും. കുറേ സമയം കൊണ്ട് വേവിച്ചെടുക്കണ്ട കേട്ടോ. അപ്പം മീൻ ഉടഞ്ഞു പോയി. ഈ മീൻ പിന്നെ ഉടയൊന്നുമില്ല. നല്ല കഷ്ണ മീനൊക്കെയാണ് നമ്മൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഉടയാതെ നിൽക്കണമെങ്കിൽ നല്ലോണം വേവരുത് നല്ലോണം ഹൈ ഫ്ലെയിമിലിടരുത് കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ മീനൊക്കെ ഇങ്ങനെ പൊട്ടി വരും. അങ്ങനെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മീനൊക്കെ വേവിച്ചെടുത്തു. നമ്മളെ മീൻ കറി കണ്ടോ, കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് വറവിട്ട് കൊടുക്കൊന്നും വേണ്ട. നമ്മൾ 2 പ്രാവശ്യം എണ്ണയിലിട്ട് വഴറ്റിയില്ലേ. അപ്പം ഇനി കൂടുതൽ ഒരു വയറ്റിലാക്കും വേണ്ട, അത് മതി കേട്ടോ. ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ മീൻ വറുത്തതൊക്കെ ആയി. അങ്ങനെ ചോറൊക്കെ വിളമ്പി കഴിക്കുകയാണ്. പിന്നെ ഇത് ഞാൻ ഇന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഇന്നലെയാണ് പന ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കി കൊണ്ടുവന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ കൂടെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇന്ന് എടുത്തതാണ് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് കാണുമ്പോൾ കൺഫ്യൂഷൻ ആയിക്കാരം, അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഞാൻ മീൻ കറിയൊക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ കഴിച്ചിട്ടോ. ചോറൊക്കെ കഴിച്ചതിന് ശേഷമാണ് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് വീഡിയോ വരാനും കുറച്ച് വൈകിയത് അതുകൊണ്ടാണ്. ഇന്നലെ ഒന്നും വീഡിയോ എടുത്തൊന്നും എൻ്റെ കയ്യിലില്ല. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ പന ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ രാവിലെ പോയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിലേക്ക്. പിന്നെ വൈകുന്നേരമൊക്കെ കേട്ടോ വന്നപ്പോൾ. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ മീൻ കറിയൊക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ കഴിച്ചു. പിന്നെ പന ഇന്നലെ കൊണ്ടുവന്ന് വീട്ടിലൊക്കെ കൊണ്ടുവന്നാരേ മക്കളൊക്കെ പന സുന്ദരനാക്കിക്കണം കേട്ടോ. ഉപ്പാൻ്റെ ഷേവൊക്കെ ചെയ്ത്
ചിഞ്ചുമോള് നഖമൊക്കെ മുറിച്ചു കൊടുത്തു, കൈമ്മലുള്ളതും കാലുമുള്ളതും ഒക്കെ നഖമൊക്കെ മുറിച്ചോള്. അങ്ങനെ ആൺകുട്ടികൾ ഓരോ ജോലി ഓലും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇപ്പാക്ക് ശ്വാസം മുട്ടലൊന്നുമില്ല കേട്ടോ. എന്നാലും നിങ്ങളെല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. നിങ്ങളെല്ലാവരും ദുആ ഉണ്ടായതുകൊണ്ട് ഇക്കാരം പെട്ടെന്ന് ഇപ്പാക്ക് സുഖമായി ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതൊക്കെ കേട്ടോ. അപ്പോൾ ഇനി എല്ലാവരും ദുആയിലൊക്കെ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.